അങ്ങനെ നമ്മുടെ അലീന അപ്പച്ചനോട് പറയുന്നുണ്ട്, അപ്പച്ചൻ പപ്പയെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ കിച്ചണിൽ ഒരുപാട് സാധനം വേസ്റ്റാക്കി കളയരുത്, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, എന്തിനാ മോളെ വേലിമ കിടക്കണം പാമ്പിനെ എടുത്ത് ഞാൻ തോളത്തിടുന്നത്, അത് വേലിമ തന്നെ കടന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഓ അപ്പം ഞാനാണല്ലേ പാമ്പ് എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ പപ്പയോട് പിണക്കത്തില്ല, ഇങ്ങനെ ഒരു സ്വഭാവത്തിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല, എന്തായാലും ഞാൻ ഒരു കോംപ്രമൈസിനും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കാണെങ്കിലോ നമ്മുടെ പൗലോസേട്ടൻ പോയിട്ട് നമ്മുടെ സ്റ്റാൻലിയോട് മുഴുവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ കിച്ചണിൽ സംഭവിച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏത് സമയത്തും എന്നെ വഴക്കാം, ഞാൻ എന്ത് ചെയ്താലും എന്നെ വഴക്കാം സാറേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഞാൻ എന്തായാലും അവളെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാൻലി എന്തായാലും ഇറങ്ങി വന്നിട്ട് നമ്മുടെ അലീനോട് പറയുന്നുണ്ട്, ഇങ്ങനെ നീ കിച്ചണിലെ കാര്യത്തിൽ ഇടപെടണ്ട, നിനക്ക് ഇവിടെ വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട്, ഇങ്ങനെ അയാളുടെ സ്വഭാവമാണെങ്കിൽ ഞാനും അയാളും എന്നും അടികൂടേണ്ടി വരും, ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സ്റ്റാൻലി അലീനോട് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ നീ വഴക്ക് കൂടിയാൽ നീ എങ്ങനെ ഇവിടെ മുന്നോട്ട് പോകും, നിനക്ക് ഇവിടെ ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് വിഷമമുണ്ട്. പിന്നെ കാണിക്കുന്നത് പിന്നെയും നമ്മുടെ പൗലോസേട്ടൻ കുറേ അടുക്കളയിലത്തെ സാധനങ്ങൾ നമ്മുടെ ആ പണിക്കാരത്തിയുടെ ബാഗിലേക്ക് ആക്കി കൊടുക്കേണ്ടത് കണ്ടുകൊണ്ട് അലീന വരുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, പൗലോസേട്ടൻ ആ സാധനങ്ങൾ മുഴുവൻ ബാഗിൽ നിന്ന് എടുത്ത് മാറ്റൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ പൗലോസേട്ടൻ പറയുന്നുണ്ട്, ഞാനത് എടുത്ത് മാറ്റാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇത് എടുത്ത് മാറ്റാതെ ഇനി ഒരിക്കലും പൗലോസേട്ടൻ ഇവിടെ ജോലി ചെയ്യേണ്ട എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ പൗലോസിന് വീണ്ടും ദേഷ്യം വന്നിട്ട് നേരെ പോകുന്നുണ്ട് നമ്മുടെ സ്റ്റാൻലിയുടെ അടുത്തേക്ക്. എന്തായാലും അപ്പോഴേക്കും നമ്മുടെ സ്റ്റാൻലി ആണെങ്കിലോ പുറത്തേക്ക് ഇറങ്ങാൻ പുറപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അപ്പച്ചനോട് പറയുന്നത്, നിങ്ങൾ രണ്ടാളും കൂടി ചേർന്നിട്ട് എന്നെ തോൽപ്പിക്കുക അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പച്ചൻ ഒന്നും ഉണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.